ഇതവിടെ നീന്താൻ ബഹളാട്ടോ. ഒരു 10-22 വർഷത്തിന് ശേഷം ഞാൻ ഈ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ കുളത്തിലിറങ്ങുന്നത്. ഹൈസ്കൂൾ പഠനകാലത്താണ് അവസാനമായിട്ട് നീന്തിയത്. ഈ തിരക്കൊക്കെ കണ്ടാൽ വിചാരിക്കും പുള്ളിക്കാരി ഭയങ്കര നീന്തലാന്ന്. പക്ഷെ കരയ്ക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ ആളില്ലാത്ത സ്ഥലത്ത് ഇരുന്ന് തട്ടിപ്പിടയ്ക്കാന്നല്ലാതെ ഒരു രക്ഷയുമില്ല കേട്ടോ. ബാക്കി എല്ലാ പിള്ളേരും കൈ കിടത്തിയ നീന്തം പഠിപ്പിച്ചു. പക്ഷേ ഈ മേഡം ട്യൂബിനും എടുക്കുന്നില്ല, കൈക്കും എടുക്കുന്നില്ല. നീന്തലിൽ എക്സ്പേർട്ട് ആകാൻ സമയമായി, പക്ഷേ വെള്ളത്തിൽ കിടന്ന് തട്ടിപ്പിടയ്ക്കുന്നേ ഉള്ളൂ ആൾ. ഇപ്പോഴത്തെ ജൻസി പിള്ളേർ പണ്ടത്തെ പോലെയല്ല കേട്ടോ. വെള്ളത്തിനോട് മുന്നിട്ട് നീന്തം പഠിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അവർ ഈ ട്രെയിനേഴ്സിൻ്റെ കഴിവ് കണ്ടറിഞ്ഞിട്ടേ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് കുറേ പേര് ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനമൊക്കെ ഓരോരുത്തർ കൈയേറിയിട്ടുണ്ട്. ഈ അടുത്ത പടി നീന്തലറിയാത്ത ആളെ വെള്ളത്തിലിറക്കാനുള്ള ട്രിക്കാണ് കേട്ടോ. അപ്പോൾ അയാളുടെ പേടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അഭ്യാസങ്ങളൊക്കെ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു. നീന്തൽ നന്നായി അറിയാമെങ്കിലും നമ്മൾ എല്ലാ സ്ഥലത്തു നിന്ന് വെള്ളത്തിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടുന്നത് അത്ര ശരിയല്ല. പരിസരവാസികളോടൊക്കെ അന്വേഷിച്ചിട്ട് അപകടമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാവും. ചില സ്ഥലങ്ങളിൽ കയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ സ്വന്തം നാടായതുകൊണ്ടാണ് ചെറിയ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്താമെന്ന് കരുതി. ആളുടെ പേടി മാറ്റാനാണ് കേട്ടോ. നീന്തുന്നവരൊക്കെ നീന്തട്ടെ, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുള്ള മനോഭാവത്തോടെ പുള്ളിക്കാരി ആ സ്ഥാനത്ത് നിന്ന് അനങ്ങുന്നില്ല കേട്ടോ. അതേപടി നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ വെറുതെ വെള്ളത്തിൽ കിടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. ഞാൻ കരയ്ക്ക് കയറി. അവൾ അവളുടെ ഇഷ്ടം പോലെ പഠിക്കട്ടെ. അവൾ അവളുടെ സ്റ്റൈലിൽ നീന്തി മതിയായപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്.